ഗുഡ് മോർണിംഗ് ഗായ്സ്. എഴുന്നേക്ക് നമുക്ക് പോകേണ്ടേ ഓഫീസിലോട്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകുന്ന ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, രാവിലെ ഒരു 5:30 5:45 ബസ്സുള്ളത്. നേരത്തെ ഒരു 4:45 4:55 എഴുന്നേറ്റാലാണ് റെഡി ആവുള്ളൂ. അപ്പോഴേക്ക് അമ്മ എഴുന്നേറ്റ് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എൻ്റെ സുന്ദരി ഇവിടെ കിടപ്പുണ്ടാവും കേട്ടോ, വൈബടിച്ച്. രാവിലെ തന്നെ അമ്മ എഴുന്നേൽക്കുമ്പോൾ പിന്നാലെ അങ്ങ് വാലായിട്ട് പോകുന്നുണ്ടാവും. അപ്പം ഞാനിങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും അമ്മ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ റൂമിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടൻ തിരുവനന്തപുരം പോകേണ്ട ഒരു ആവശ്യമുള്ള കാരണം അങ്ങ് തിരുവനന്തപുരത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാനും ചേട്ടനും ഒരേ ബസ്സിൽ കയറാമല്ലോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ട്രിവാൻഡ്രം ബസ്സാണ്. അപ്പോൾ എനിക്ക് എറണാകുളത്ത് ഇറങ്ങാം, ചേട്ടന് തിരുവനന്തപുരത്ത് ഇറങ്ങാം. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കയ്യിൽ ലിക്വിഡ് മണി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തൊട്ടപ്പുറത്ത് ATM ഉണ്ടായിരുന്നു. അപ്പോൾ ATM ലെഫ്റ്റിലോട്ട് പോയി റൈറ്റിലാണ് ബസ് സ്റ്റോപ്പ്. അങ്ങനെ റൈറ്റിലോട്ട് നടന്ന് ബസ്സും കയറി ഞാനും ചേട്ടനും കൂടെ. എന്തിനാണോ ഞാൻ ചിരിച്ചിരുന്നത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ബസ്സിൽ കയറിയിരുന്നു. പിന്നെ ഒരു ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ സ്റ്റോപ്പ് എത്തിയിട്ടോ. അങ്ങനെ ഞാനവിടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് വേണം എനിക്ക് നടന്ന് പോകാനായിട്ട്. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കഴിഞ്ഞ് രാവിലെ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചക്കാലത്ത് മാത്രം ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നു സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് അപ്പവും ഗ്രീൻ ബീൻസ് കറിയും വാങ്ങിച്ചിട്ടോ. പിന്നെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു. സൺഡേ ആയിരുന്നു, അതുകൊണ്ട് ഇൻഫോ പാർക്കിലോട്ട് ബസ് ഭയങ്കര കുറവാണ്. മെസ്സി ഫാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോട്ടോ കാണിച്ചത് കേട്ടോ, വേറെ ഒന്നുമല്ല. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ബസ്സിൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ രാവിലെ തന്നെ ആക്കി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഓഫീസിലോട്ട് എത്തി. എല്ലാവിടെയും പഞ്ചിങ് ചെയ്ത് കയറണം, അതാണ് മെനക്കെടുക്കുക. ഈ കൊടയും ചക്കയും മാങ്ങി എല്ലാം എടുത്തിട്ട് വരുമ്പോൾ ഈ പഞ്ചിങ് ചെയ്യൽ ടാസ്ക്കാണ്. ഞങ്ങളുടെ അവിടെ വേറെ ഫ്ലോറിലിരിക്കുന്നത്. അപ്പോൾ അവിടെ AC സെറ്റില്ല. ഞാൻ ഫുള്ള് അത്യാവശ്യം നനഞ്ഞായിരുന്നു. അതാണ് ഞാൻ ഫാനൊക്കെ കൊണ്ടുവന്ന് വെച്ച് മുടി ഉണക്കാൻ വേണ്ടി ഇരിക്കണം. ഇങ്ങനെ രാവിലത്തെ കാലത്തെ കോലാണ് കേട്ടോ. അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയി ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് എന്നെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ അടുത്ത് കുറച്ചൊക്കെ ബഡായും കുശുമ്പൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വിശക്കുന്ന, വേഗം എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കാം. അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഗാങ്ങാണ് കേട്ടോ. ചേച്ചിയുണ്ട്, അമലും ഉണ്ട്, ചിന്നുവിന് ഇന്ന് ഉണ്ടായിരുന്നില്ല, അതായത് ചിന്നു വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി. ഫില്ലിനും ഉണ്ടായിരുന്നു. ഫില്ലിനെ വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ അവളെയും പൊക്കി. അങ്ങനെ ഞാനൊരു വട ബോണസായിട്ട് ഗ്രീൻ ബീൻസും അപ്പത്തിൻ്റെ ഒപ്പം വാങ്ങിച്ചായിരുന്നു. അവിടെ നിന്ന് കാപ്പിയും എടുത്തു. പണിയെടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഉച്ചക്കലത്തെ ഊണ് കഴിക്കണ്ടേ നമുക്ക്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ഞങ്ങൾ തന്നെ ഇടാറുള്ള ലഞ്ച് ബ്രേക്കും ഫുഡും കഴിച്ച് കഴിഞ്ഞാൽ അമലത്ത് വന്നിട്ട് കുറച്ച് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കിയപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ വീഡിയോ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് എന്നെ വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടിയത്. ഞങ്ങളുടെ ഫ്ലോറിൽ നിന്നിട്ട് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. മഴ പെയ്യുമ്പോൾ പിന്നെ പറയേണ്ട, അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഷിഫ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതും തല്ലി പൊട്ടിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് താഴെ പോയിട്ട് കട്ടൻ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ 8 മിനിറ്റുള്ള 6 മണിയായിട്ട് നമുക്ക് 6 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു. പിന്നെ എൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങി റൂമിലോട്ട് നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. ഒരു 13-15 മിനിറ്റ് ഉണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കിടന്നുറങ്ങിയാൽ മതി എന്നാണ്. എനിക്ക് ഭയങ്കര ടയർഡായി പോയായിരുന്നു. ഞാനങ്ങനെ റൂമിലെത്തി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ റൂംമേറ്റ്സൊക്കെ വീട്ടിൽ പോയേക്കായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ സാധനവും ഒതുക്കി വെച്ച് ഇനി ഞാനും ഒതുങ്ങാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആകുന്നവരേക്കും ബൈ ബൈ.